ചങ്ങായിമാരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം കിട്ടിയ ശേഷമുണ്ടല്ല കുറെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ രാജാവും രാജിയും തമ്പുരാട്ടിയും തമ്പുരാനൊക്കെ ഉണ്ടല്ല പുറത്തിറങ്ങി വിലസാൻ തുടങ്ങി. ഞാനിത് പറയാൻ കാരണം എന്നറിയാം, കുറെ ചാണക സംഖ്യകള് ഇവരെ രാജാവാണ് രാജി എന്നും പറഞ്ഞിട്ടില്ല പൊക്കിപ്പിടിച്ച് നടക്കുന്നു. അതിനു വേണ്ടിട്ട് കുറെ ചാണക സംഖ്യകൾ ഇവരുടെ ഇന്റർവ്യൂ ഇവരുടെ പോസ്റ്റൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ല ഇന്ന് എന്റെ കണ്ണുപെട്ട്. ആരുടെ വീഡിയോ എന്നറിയാം? സംഖ്യയുടെ തമ്പുരാട്ടിന്റെ വീഡിയോ. സംഖ്യയുടെ തമ്പുരാട്ടിന്റെ പേരുണ്ടല്ല അശ്വതി തിരുനാൾ റാണി ലക്ഷ്മിബായി അങ്ങനെ എന്തുവാണ്. തമ്പുരാട്ടി പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കുക. അടിയന്റെ വായിൽ തമ്പുരാട്ടിന്റെ പേര് അത്രയും കൊള്ളുന്നുള്ളൂ. നമുക്കെന്തായാലും തമ്പുരാട്ടിന്റെ അഭിമുഖം കേൾക്കാം. ആ അഭിമുഖം കേട്ടിട്ടുണ്ടല്ല ഞാൻ പകച്ചുപോയി, എന്റെ ബാല്യം തന്നെ പകച്ചുപോയി. അമ്മാതിരി വർത്തനാണ് തമ്പുരാട്ടി പറഞ്ഞത്. നമുക്കെന്തായാലും കേട്ടിട്ട് വരാം. ഉണ്ടല്ലോ, പലരും ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, എന്തിന് അല്ല പോയി വാട്ട്സ് നീഡ്. ആരെങ്കിലും ഇല്ലാത്തൊരു പോട്ടെ, നമുക്ക് സർക്കാർ ജോലി വേണ്ടല്ലോ. സർക്കാർ ജോലി എന്ത് ജോലിക്ക് പോവും? എന്ത് ജോലിക്ക് പോവും സർക്കാർ ജോലി ആവുമ്പോ? IAS ഡിഗ്രി IAS പാസ്സാവണ്ടേ? അത്രയൊന്നും മിടുക്ക് നമുക്കില്ലായിരിക്കും. അല്ല, ഒരു എക്സാമ്പിൾ പറയണം. സിവിൽ സർവീസ് പാസ്സാവണ്ടേ? LD ക്ലാർക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പത്മനാഭൻ തന്നിട്ടുണ്ട്. അവിടുത്തെ LD ക്ലാർക്കായിട്ട് ഇരിക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. മോശത്തിന്റെ ഒന്നുമില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അവിടെ പോയി ഓരോരുത്തരെ മുമ്പ് യെസ് സർ നോ സർ എന്ന് പറഞ്ഞു നിന്ന് LD ക്ലർക്ക് എന്ന് പറഞ്ഞ തൊഴിലുണ്ടല്ലോ അതത്ര മോശപ്പെട്ട ഗതികെട്ട ജോലിയാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ തമ്പുരാട്ടിയെ ആ ജോലിക്കുണ്ടല്ലോ എത്ര ആൾക്കാർ ഇപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. ആ തൊഴിൽ ആത്മാഭിമാനത്തോടുകൂടി എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്ര ആൾക്കാരുടെ കുടുംബമുണ്ടല്ലോ ആ ജോലി ചെയ്ത് പോറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അങ്ങനത്തെ ജോലി നോക്കുമ്പോൾ ഒരു പുച്ഛം? എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കിട്ടിയപ്പം നിങ്ങൾ വീണ്ടും രാജാവും രാജ്ഞിയായെന്ന് ഒരു തോന്നലുണ്ട് ആ തമ്പുരാട്ടിയെ? എന്നാ പിന്നെ നിങ്ങൾ പണ്ടത്തെ രാജാവും രാജ്ഞിയാന്നും പറ്റും ആ തയമുള്ളതുകൊണ്ട് നിങ്ങളെയൊക്കെ പിടിച്ച് കളക്ടറാക്കാം. കേരളത്തിലെ ഓരോ ജില്ലയിലും നിങ്ങളെ പിടിച്ച് കളക്ടറാക്കി വിടാം. നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇപ്പൊ ഗതികേടില്ലാന്ന്. ആ ഗതികേടില്ലാണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഓർമ്മയുണ്ട തമ്പുരാട്ടിയെ? പണ്ട് പാവപ്പെട്ടവനെ കൊണ്ട് അടിമ പണിയെടുപ്പിച്ചിട്ട് അവനെ രാവന്തിയോളം കൂലി വരെ കൊടുക്കാതെ അടിമ പണിയെടുത്ത് കിട്ടിയ സമ്പാദ്യമില്ലേ, ആ സമ്പാദ്യം തലക്ക് വെച്ചിട്ടാണ് നിങ്ങളിപ്പോ ഗതികേടില്ലാതെ ജീവിക്കുന്നത്. അതായത് പണ്ട് നിങ്ങൾക്ക് വേണ്ടി അടിമ പണിയെടുത്തില്ലേ, ആ അടിമ പണിയെടുത്തവന്റെ വിയർപ്പാണ് നിങ്ങളിപ്പോ കഴിക്കുന്നത്. ആ വിയർപ്പ് കൊണ്ടാണ് നിങ്ങളിപ്പോ ഉണ്ടല്ല ഗതികേടില്ലാതെ ജീവിക്കുന്നത് അഹങ്കാരം പറയുന്നത്. എന്നിട്ടിപ്പോ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാത്തിനോട് അങ്ങ് പുച്ഛല്ലേ? നിങ്ങളിപ്പോ വേഗം രാജാവും രാജ്ഞ ആക്കാനല്ലേ BJPക്കാർ പോകുന്നത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിലല്ല. അങ്ങനെ നിങ്ങൾ ആകണമെങ്കിൽ കേരളത്തിൽ ബോധവും വിവരമുള്ള ജനതയുണ്ടല്ല അതില്ലാതാകണം. അതായത് സംഘികൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ബോധവും വിവരമുള്ള എല്ലാവരും ഈ കേരളത്തിൽ ഇല്ലാതാകണം. അതിനുവേണ്ടി തമ്പുരാട്ടി പ്രാർത്ഥിക്കുക. ഇനി അതിന്റെ വേറെ രസം എന്താ പറയുക, ഈ വീടിന്റെ താലി കുറെ അടിമ ചാണക സംഖ്യകൾ, സവർണ അടിമ ചാണക സംഖ്യകൾ കമന്റ് ചെയ്തിട്ടുണ്ട് തമ്പുരാട്ടിനെ അങ്ങ് വെളുപ്പിച്ചുകൊണ്ട്. അതിൽ 1-2 കമന്റ് ഞാൻ വായിച്ചു തരാട്ടാ. ബാ, ആദ്യത്തെ ഉണ്ടല്ല ലീജ എന്ന് പറഞ്ഞൊരു സവർണ സംഘിണി. രാജാക്കന്മാരായി ജീവിക്കുന്നവർ എന്തിന് ഗവൺമെന്റ് ജോലിക്ക് പോകണം? കേരള യൂണിവേഴ്സിറ്റി മുതൽ KSRTC, തിരുവനന്തപുരം എയർപോർട്ട്, മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര തുടങ്ങിയ പലതും ഈ രാജവംശ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകി. ഉണ്ട ആ വ്യക്തിയോട് ജോലിയെ പറ്റി ചോദിക്കാൻ നാണമില്ലേ? അവരുടെ തറവാട് ക്ഷേത്രത്തിലെ ജോലിക്കാരിൽ പോലീസുകാർ ഉൾപ്പെടെ എത്രയോ ജീവനക്കാർ ജോലി ചെയ്യുന്നു. ഭയങ്കരം തന്നെ എന്റെ ലീജേച്ചിയെ. എന്നാപ്പൻ ഈ തമ്പുരാട്ടിന്റെ രാജവംശമാണ് ലോകം കണ്ടുപിടിച്ചെന്ന് വരെ തട്ടിക്കോ. കുലസ്ത്രീ അടിമ സംഘിണികൾ എന്ന് പറഞ്ഞല്ലേ, അതിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ലീജേച്ചിയാണ് പ്രോ വേർഷൻ. ഇവരെ പോലത്തെ സംഘിണികൾ ഉള്ളിടത്തോളം കാലം ഉണ്ടല്ല ഇവരെ രാജകുമാരിയും തമ്പുരാട്ടിയും ഒക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ വാഴിക്കും. ലീജ ചേച്ചിക്ക് ശേഷം ഉണ്ടല്ല വേറൊരു കമന്റ് ഉണ്ട്. ലീജ ചേച്ചിനെയും കാട്ടി തോപ്പിക്കുന്ന വേറൊരു സംഘിണി ഭവ്യ നായർ. ആ നായർ കുട്ടി ഉണ്ടല്ല ഇംഗ്ലീഷിലാണ് കമന്റ് ചെയ്തത്. ആ കമന്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. What kind of a unnecessary question is that to ask Royal Highness? റോയൽ ഹൈനസിനോട് ആവശ്യമില്ലാത്ത ചോദ്യം എന്തിനാണ് ചോദിക്കുന്നതാണ് നമ്മളെ ഭവ്യ നായർ സംഘിണി ചോദിക്കുന്നത്. റോയൽ ഹൈനസ് അല്ല ഭവ്യ നായരെ, റോയൽ എൻഫീൽഡ് എന്ന് നമ്മൾ വിളിക്കും കേട്ടാ. പിന്നെ ഭവ്യ നായർ സംഘടിക്കലുണ്ടല്ല തമ്പ്രാട്ടിമാരുടെ പ്രത്യേക സ്നേഹമായിരിക്കും. ഭവ്യ നായർക്കെല്ലാം ഇവരുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതുകൊണ്ട് ഭവ്യ നായർ തമ്പുരാട്ടിന്റെ പിന്നാലെ കൂടും, അത് നമുക്കറിയാം. ഇനി തമ്പുരാട്ടിന്റെ പിന്നാലെ ഈ കോപ്രായങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴല്ല കുറെ സംഖ്യകൾ രാജകുമാരനെ പൊക്കി പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ സംഖ്യയിലിട്ട ഒരു പോസ്റ്റ് എന്നെ കണ്ണുപെട്ട്. ആ പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. പ്രിൻസ് ആദിത്യവർമ്മ രാജകുമാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്നാണ് 99.99% ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? ഇതൊക്കെയാണ് സംഖ്യയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അടിച്ചുവിടുന്നത്. ഇനി ഇതും കഴിഞ്ഞിട്ട് വേറൊരു പോസ്റ്റ് എന്നെ കണ്ണുപെട്ട്. അത് അതിലും വലിയ പോസ്റ്റാണ്. ഇതാണ് മന്ത്രിയുടെ മുന്നിൽ തൊഴുത് രാജാവ് മന്ത്രി ഒറ്റ ഫ്രെയിമിൽ. ഈ ചങ്ങേനിലുണ്ടല്ലോ ഇപ്പോഴും രാജാവായിട്ട് കാണുന്ന ചാണക സംഖ്യ ഉണ്ടല്ലോ
പടച്ചോനെ സമ്മതിക്കണം കേട്ടോ. നിങ്ങൾ ഇമാതിരി ചാണകത്തലയിൽ സൃഷ്ടിച്ച് വീഴുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് ഇവരുടെ ഹിന്ദുരാഷ്ട്രം, സവർണ ഹിന്ദുരാഷ്ട്രം. രാജാവും രാജ്ഞിയും തിരിച്ചു വരണം. പിന്നെ കുറെ ആൾക്കാർ റാൻമൂളി റാൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ പിന്നാലെ നടക്കണം. കുഴികുത്തിട്ട് കഞ്ഞി ആ സംഭവം തിരിച്ചു വരണം. അതിനാണ് ഈ സവർണ സംഖ്യകൾ ഹിന്ദുരാഷ്ട്രം വരണം ഹിന്ദുരാഷ്ട്രം വരണം ഇങ്ങനെ പാടി നടക്കുന്നത്. ആ ഹിന്ദുരാഷ്ട്രത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഉണ്ടല്ലോ, ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട്. ആ ഉദാഹരണം കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ LDF ഭരണസമിതി കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നിന്ന് ഒഴിവാക്കിയ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം BJP തിരിച്ചെത്തിച്ചു. ഇതോടെ കോർപ്പറേഷനിൽ LDF BJP തർക്കം വീണ്ടും മുറുകി. 1940 കോർപ്പറേഷൻ രൂപീകരിച്ച നാൾ മുതൽ മേയറുടെ ഡയസിന് പുറകിൽ സ്ഥാപിച്ചിരുന്ന ചിത്രതിരുനാളിന്റെ ചിത്രം മുൻ LDF ഭരണസമിതിയുടെ അവസാന നാളുകളിലാണ് നീക്കം ചെയ്തത്. ആ സ്ഥാനത്ത് അവർ മഹാത്മാഗാന്ധിയുടെ ചിത്രം സ്ഥാപിക്കുകയായിരുന്നു. ആ സമയത്ത് BJP ഇതിൽ പ്രതിഷേധം ഉന്നയിച്ചെങ്കിലും ചിത്രം തിരികെ സ്ഥാപിക്കാൻ LDF ഭരണസമിതി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിനു പിന്നാലെ ഈ ചിത്രം തിരികെ സ്ഥാപിച്ചിരിക്കുകയാണ് BJP. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെയും ചിത്രതിരുനാളിന്റെയും ചിത്രം അടുത്തടുത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ എതിർപ്പുമായി LDF രംഗത്തെത്തുകയായിരുന്നു. ചിത്രം മുൻപ് അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ട ചിത്രം തിരിച്ചു വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. ഒഴിവാക്കപ്പെട്ട ചിത്രങ്ങൾ മാത്രമല്ല, ഒഴിവാക്കപ്പെട്ട ആചാരങ്ങളില്ലേ, നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുടച്ചു നിൽക്കപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ. ആ ആചാരങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചാണക സംഖ്യകൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ചാണക സംഖ്യകൾക്ക് വേണ്ടത് രാജാവിനെയും രാജ്ഞിയും സവർണരെയൊക്കെ പൂജിക്കുന്ന ഒരു ഹിന്ദുരാഷ്ട്രമില്ലേ, ആ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താ ചെയ്യുക, കുറച്ച് ബോധവും വിവരമില്ലാത്ത ദളിത് സംഖ്യകളില്ലേ, അവരും കൂടി ഈ സവർണ സംഖ്യയുടെ കൂടെ അങ്ങ് കൂടിയിട്ടുള്ളേ. അവരൊന്നുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ ദളിതർക്ക് നേരെ നടക്കുന്ന ഒരു അക്രമവും കാണുന്നില്ല. നമ്മളെ കാസിയിലെ കാസിയുടെ വേറൊരു പതിപ്പാണ് കേരളത്തിലെ ദളിത് സംഖ്യ. ഒന്നും കാണൂല, പുറത്ത് കിടക്കുന്ന ഒന്നും അവര് കാണൂല. പിന്നെ അതിന്റെ അടുക്ക് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. തന്ത്രിനെ തൊട്ടപ്പോ സംഖ്യക്ക് പൊള്ളിയതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ പറയാ, ആ കാരണം നിങ്ങൾ കേട്ടു നോക്ക്. വാ. സാധാരണ ഫാമിലിയെ പോലെ തന്നെ പാലാ നെടുമംഗലത്ത് പത്മിനി അന്തർജനത്തിന്റെയും കേശവൻ നമ്പൂരിയുടെ മകളാണ്. എന്റെ ബ്രദറാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂരി, BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ഇപ്പോ മനസ്സിലായോ BJPക്ക് തന്ത്രി കട്ടവൻ രാജീവനെ പൊക്കിയപ്പം പുള്ളി എന്തുകൊണ്ടാണെന്ന്? കട്ടവൻ രാജീവന്റെ അളിയനില്ലേ, അളിയൻ BJPയുടെ നേതാവാണ്. അതായത് കട്ടവൻ രാജീവന്റെ ഭാര്യയുടെ ചേട്ടൻ BJP നേതാവാണ്. അതാണ് തന്ത്രിയെ തൊട്ടപ്പം സംഖ്യക്ക് പൊള്ളിയത്. ഇത്രയും ദിവസം സംഖ്യകൾ പറഞ്ഞു നടന്നത് എന്താണെന്നറിയാം. എന്താണ് ആരെ അറസ്റ്റ് ചെയ്തതെന്നാണ്. തന്ത്രിനെ പൊക്കിയപ്പം സംഖ്യകൾ നേരെ പ്ലേറ്റ് മാറ്റി. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നായി. ഇനി എന്തൊക്കെ ഡ്രാമ കേരളത്തിൽ സംഖ്യകൾ നടത്താനിരിക്കുന്നു, ആ ഡ്രാമയൊക്കെ കാണാൻ വേണ്ടി നമുക്ക് റെഡിയായിരിക്കാം. സവർണ സംഖ്യകളെ തൊട്ടാൽ മാത്രമേ ഈ സംഖ്യക്ക് പൊള്ളൂട്ടാ. അല്ലാണ്ട് സാധാ സംഖ്യകളാ, ദളിത് സംഖ്യകളോ സാധാ സംഖ്യകളോ തൊട്ടാലൊന്നും സംഖ്യക്ക് പൊള്ളൂല. പൊള്ളണമെങ്കിൽ സവർണ തന്നെ പൊക്കണം. ആ സവർണ ഹിന്ദുരാഷ്ട്രത്തിലെ രാജാവും രാജ്ഞിയാണ് ഇവർ ഈ പൊക്കി പിടിച്ചു കിടക്കുന്ന മറ്റേ പ്രിൻസും പിന്നെന്താണ് റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയ ഓരൊക്കെ. ഇവരുടെ ഉദ്ദേശം ഉണ്ടല്ലോ, ആ പഴയ കുഴികുത്തി കഞ്ഞിയില്ലേ, ആ കുഴികുത്തി കഞ്ഞി കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ സംഖ്യകളെ ആ കുഴിയിലുണ്ടല്ല, നിങ്ങൾ സംഖ്യകൾ തന്നെ നമ്മൾ മൂടും കേട്ടാ. അതുകൊണ്ട് കുഴികുത്തി കഞ്ഞിയും തമ്പുരാനെയും തമ്പുരാട്ടിനെയും ഒക്കെ നിങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ നോക്ക്. അതൊക്കെ തടയാൻ വേണ്ടി നമ്മളുടെ റെഡിയാണ് കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട റാണി ലക്ഷ്മിബായി തമ്പ്രാട്ടി പേര് തെറ്റിപ്പോയ അടിയോട് ക്ഷമിക്കുക. അടിയന്റെ വായിൽ അത്രയേ പേര് കൊള്ളുന്നുള്ളൂ. ആ തമ്പ്രാട്ടിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.